ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിലെ ഒരു സ്പെഷ്യൽ റെസിപ്പി എൻ്റെ ചെല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് കാലം ಟೈಮ್ ಬ್ರೇಕ್ಫಾಸ್ಟ್ಗೂ ಹಾಕಿ ತೆಕ್ಕೋರು ഒരു മാങ്ങ ಇಂತಿನ ಟೈಮ್ ಮೈಯವರು ಈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ഇല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് ആക്കിയിട്ട് എടുക്കാവിടവ ഒരു ബൈറ്റ് ഇങ്ങനെ തിണ്ടിയും കൊണ്ടല്ലേ പിന്നെ തിൻ്റെതേ ಗೊತ್ತಾവിಲ್ಲ ತಿಂದು ಖಾಲಿ ಅವರದುಂಡല്ലേ ನಂಗೆ ಗೊತ್ತೇ ಆವಿಲ್ಲ ಅത്ര ಟೇಸ್ಟಿ ಅವರು ಈ ഒരു ರೆಸಿಪಿ ಹಾಕೋ ಚೊಮ್ಮೆ ಈಸಿ. അപ്പോൾ ഇതെങ്ങനെ ആക്കറേന്ന് നോക്കാം. അപ്പോൾ ഊടുണ്ടല്ലേ ഒരു സോസ് പാനിക്ക് ഞാൻ ചക്കരം പിന്നെ ಅದಕ್ಕೆ തണ്ണി ബീറ്റിട്ട് ഇതൊന്നും പാപ്പാട്ടിയിട്ട് എടുക്കണം. വൺ സ്റ്റേറ്റ് കൺസിസ്റ്റൻസി അങ്ങനെ എന്തുമില്ല, ജസ്റ്റ് ഒന്നുണ്ടല്ലേ ചക്കര നമുക്ക് ಮೆಲ್ಟ್ ಆಯ್ತು ಬಂದೇ ಮೈಯವರು. അപ്പോൾ ಮೆಲ್ಟಾಗಿ ಬಂದರೆ ഇതിപ്പുണ്ടല്ലേ ഗ്യാസ് ഫ്ലെയിമിലൊന്നും ಲೋ ಹಾಕಿತ್ತು ನಾನು ಅದ್ರೊಂದು ಅರಿಪೆಲ್ಲ ಅರ್ಚಿಟ್ಟು ಇರ್ತಾರವ ಎಂಚನ ಅದ್ರಲ್ಲಿ ಕಾಟ അങ്ങനത്തെ കല്ലെന്ത്ര ಹಂಗೆ ಇಕ್ಕರು. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് നെക്സ്റ്റ് അതേ ഗ്യാസിൽ ഞാൻ വെച്ചിട്ടുണ്ടല്ലേ ಇದಕ್ಕೆ ഒരു കൈപ്പിടി ഇരത്തര തേങ്ങ ചരച്ചത് ഇട്ടിട്ട് അപ്പോൾ ಇದ್ರ ಮೆಜರ್ಮೆಂಟ್ ಹೆಂಗೆ ಚೆಂದಂಟಾಯಂಗೆ ನಿಂಗಿപ്പോൾ ಚೊಮ್ಮೆ ಕ್ವಾಂಟಿಟಿಲಿ ಹಾಕೊಂಡುಂಟಾಯಂಗೆ ಎಲ್ಲ ಕ್ವಾಂಟಿಟಿ ಡಬಲ್ ಹಾಕಿ ಅಂಟಾಯಂಗೆ ಐತೆ ಚೆಂದಂಗೆ ಚಕ್ಕರೆಡ പാക്ക് ആക്കുമ്പോൾ ഡബിൾ ക്വാണ്ടിറ്റി തേങ്ങ ഇടുമ്പോൾ ഡബിൾ ക്വാണ്ടിറ്റി അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ ഇത്. അപ്പോൾ ഇതൊന്ന് തേങ്ങ ഒന്ന് ഇട്ടിട്ട് കൊടുത്താൽ പിന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് അതിൽ കൊട്ടയും ദ്രാക്ഷ അത് നിങ്ങൾ ഇഷ്ടപോലെ നിങ്ങൾക്ക് യാര ക്വാണ്ടിറ്റി ಬೇನುಂಟಾയെങ്കിൽ യാര ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട് കൊടുത്തേ. ഇത് കൊട്ട പിന്നെ ഇടുമ്പോൾ ഇടീ പോലെ ആക്കണ്ടത് എല്ലാದರೂ പീസാക്കിയിട്ട് ഇട്ടു. അതിങ്ങനെ എല്ലാ ഇതിലും ഉണ്ടല്ലോ തിന്നോക്ക് കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ചെയ്ത് കിട്ടും. അതിൽ പിന്നെ ഫ്ലേവർ ഒരു എൽത്തരി. ನೆಕ್ಸ್ಟ್ ಇದಕ್ಕೆ ನಾನು ಅವಲಿಟ್ಟಿಟ್ಟು ಕೊಡ್ಕೊಡ ഒരു കപ്പ് ഇടത്തരവ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ക്വാണ്ടിറ്റി ചുമ്മ ಯಾರಾಕಂಡ ನಾನು ಕಾಟ್ರ ಕನ್ಸಿಸ್ಟೆನ್ಸಿಲಿ ಎತ್ತರಮೇ ಇಟ್ಟಂಗೆ ಅವರು ഇപ്പോൾ തേങ്ങ എല്ലാം ഇട്ടിട്ടായി പിന്നെ ലാസ്റ്റ് കൈത്തിക്കൊരു സ്റ്റെപ്പിൽ ഞങ്ങൾ അവൽ ആഡ് ആക്കറേ. അപ്പോൾ അവളുണ്ടല്ലേ കണക്കറാന ಯಾರೈತಂಟಾಯಂಗೆ മധുര കൊറോടി ಅವರು ഞങ്ങൾക്ക് ಸ್ವೀಟ್ ಕೊರೊಡಿ ಅವರು. അപ്പോൾ അതുണ്ടല്ലേ തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് പല ആവില്ല. ബട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവൾ പിന്നെ ಬೇಗ ಅದು ಪಾಕ ಬಲ್ಚಿತ್ತು കിട്ടും. ഇങ്ങനത്തെ ലൂസ് കൺസിസ്റ്റൻസി പലമേ ഇക്കോണു എന്നുവെച്ചാൽ ഇത് തെല്ല ചപ്പ ಐತಿ കിട്ടുമ്പോത്തില്ലേ ഈ അവൽ കംപ്ലീറ്റ് ആയിട്ട് ബലിച്ചിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അവൽ ഇട്ട ദൊർക്കല്ല ಯಾರೈತಂಟಾಯಂಗೆ ചക്കരയുടെ പാക സൈഡിലാക്കിയിട്ട് ಅದಕ್ಕಿಟ್ಟಿട്ട് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടായെങ്കിൽ ഇത് മിക്സ് ആക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇങ്ങനെ പാപ്പാട്ടിട്ട് എടുക്കും. പാപ്പാട്ടിട്ട് എടുത്തിട്ടായി പിന്നെ ഗ്യാസ് ഫ്ലെയിമിലൊന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടായെങ്കിൽ ഇത് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ടായി പിന്നെ നെക്സ്റ്റ് ഇതിൽ ನಾನು ಚಪ್ಪೆ ಹೋಗೋದು ಬೆಚ್ಚಿತ್ತು ಬಿಟ್ಟೆ. അപ്പോൾ ಇದಕ್ಕೆ ನಂಗೆ ബാക്കിയൊരു ഇൻഗ്രീഡിയൻസ് റെഡി ആക്കിയിട്ട് എടുത്തിട്ടായെങ്കിൽ ഇത് ഇതൊന്ന് ലിഡ് ക്ലോസ് ആക്കി സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഊടുണ്ടല്ലേ നോക്കൊരു നല്ല പഴുത്ത മാങ്ങ എടുത്തേ ನಾನು. അപ്പോൾ ഊടെ ನಾನು എടുത്തേ ഒരു മാങ്ങ മാത്രം നല്ല പഴുത്ത ഒരു മാങ്ങ എടുക്കൊരു പുളിയുന്ന മാങ്ങ എടുക്കണ്ടാവുക. നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടായെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്ത് പണ്ട് ആ മാംഗോയുടെ ഫ്ലേവറും ആ ബാലയുടെ ഇലയുടെ ഫ്ലേവറും പ്ലസ് ഈ ഒരു സ്വീറ്റ്നെസ്സും അതിലെൽത്തരിയുടെ ഫ്ലേവർ എല്ലാം ಸೇರಿಟ್ಟಾകുമ്പോണ്ടല്ലേ നല്ല ടേസ്റ്റി ആവുക. എന്തായെങ്കിലും ഇപ്പോൾ മാംഗോ നല്ല കിട്ടറല്ലേ നല്ല നല്ല മാങ്ങ കിട്ടും ഇപ്പം. അപ്പോൾ എന്തായെങ്കിലും ഈ ഒരു സീസണിൽ മിസ്സാക്കണ്ട. സോറി. അപ്പോൾ മാങ്ങ ഉണ്ടല്ലേ ನಾನು കട്ടാക്കിയിട്ട് ഒന്ന് മിക്സി ജാറിക്കിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുറവ. മാങ്ങയുടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തായ പിന്നെ ഇതുകൊണ്ടല്ലേ അരിപ്പൊടി പത്തര എല്ലാവർക്കും യൂസ് ആക്കറല്ലേ പത്തര പൊടി അത് ഒരു കപ്പ് യൂസ് ആക്കിര. ഒരു മാങ്ങയ്ക്ക് ഒരു കപ്പ് രത്തരനാണ് പത്തര പൊടി. അതിൽ പിന്നെ തെല്ല് ടേസ്റ്റ് ഉപ്പ് അതിൽ പിന്നെ ഒരു 1/4 കപ്പ് രത്തര തണ്ണി ഇട്ടിട്ട് ഇതൊരു നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേസ്റ്റ് പോലെ അരക്കൊക്കെ തെൽ തണ്ണി ഇന്നും വേനുണ്ടായെങ്കിൽ തണ്ണി ആഡ് ആക്കും. പിന്നെ ഉടുണ്ടല്ലേ നിങ്ങൾ ചിലപ്പോൾ മാങ്ങയുടെ ക്വാണ്ടിറ്റി സൈസ് വലിയ ചെറിയിക്കും. നിങ്ങൾ വലിയ സൈസ് മാങ്ങ എടുത്താറുണ്ടായെങ്കിൽ തെല്ല് ഒരു കപ്പിടാണ് യാര അരിയുടെ പൊടി പത്തര പൊടിയില്ലേ അത് 1.5 കപ്പ് നിങ്ങൾ ആഡ് ആക്കിയിട്ട് കൊടുക്കുറവ. മാങ്ങ ഇನ್ನು ಫ್ಲೇವರ್ ಯಾರ ಬರಟ್ಟು ಚೆಂತುಂಡല്ലേ മാങ്ങയുടേത് ചുമ ക്വാണ്ടിറ്റി ഇട്ടിട്ട് പത്തര പൊടി കൊറോടി എത്തുണ്ടായെങ്കിൽ ബിജി ബിജി പലാവിടപ്പ ಅಂಟಂಟು ಪಲಾವು ನಿಂಗೆ ಪರ್ಫೆಕ್ಟಾಗಿ ಕನ್ಸಿಸ್ಟೆನ್ಸಿಯಲ್ಲಿ ಕಿಟ್ಟಲ್ಲ. ಮಾಂಗೆ ಒಂದಿಟ್ಟಂಗೆ ಮೈಯಾವಿಡು ಬಟ್ ಪತ್ತರ ಪೊಡಿಯ ಕ್ವಾಂಟಿಟಿ ನಿಂಗೆ ಯಾರ ಹಾಕ್ಯಂಟಾಯಂಗೆ ಐತೆ ನಿಂಗೆ ಯಾರ ಕ್ವಾಂಟಿಟಿ ಬೇನಂಟಾಯಂಗೆ. അപ്പോൾ അതിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയായ പിട്ടുറ പുൽക്കൊക്കെന്തുമില്ല ഡയറക്റ്റ് ഉണ്ടല്ലേ ബാലടയിലേക്ക് ഇതിൽ പത്പാട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലടയിലെ ഫസ്റ്റ് ഉണ്ടല്ലേ കട്ടാക്കി ക്ലീൻ ആക്കിയിട്ട് ആയ പിന്നെ ಅದ್ರ ತೆಲ್ಲಿ ಗ್ಯಾಸ್ಗೆ ಇങ്ങനെ ಕಾಟಿಟ್ಟು ಬೆಚ್ಚತ್ತು ಕಾಟಿಟ್ಟು ಬಾಡ್ ಪಾಟಿಟ್ಟು ಇಟ್ಕೊಳವ. ಇಲ್ಲಂಟಾಯಂಗೆ ಫೋಲ್ಡ್ ಹಾಕೊಂಬ ಬಾಲೆಡೆಲ್ಲ ಕಟ್ಟಾವಡು ಒಂದು ಜಂಡ ಮತ್ತು ಅಂದ್ರೆ ಚೆಂದ ನಿಂಗೆ ಅವ್ರು ಎಕ್ಸ್ಟ್ರಾ ಫ್ಲೇವರ್ ಬೇನುಂಟಾಯಂಗೆ ಬಾಲೆಡೆಲಕ್ಕೆ ತೆಲ್ಲ ನೆಯ್ಯಿ ಉಂಡಲೆ ತೋತರು ನೆಯ್ದು ഒരു ഫ്ലേവർ എക്സ്ട്രാ കിട്ടുക. ബട്ട് ഞാനിവിടെ നെയ്യ് എന്തി തോത്തിട്ടില്ല ചെന്നത് ഇത് സുബൈക്ക് വന്ന ಮತ್ತೆ ಬ್ರೇಕ್ಫಾಸ್ಟ್ ನಾನು ಪ್ರಿಪೇರ್ ಹಾಕಿಟ್ಟು എടുക്കറല്ലേ നെയ്യ് ಫ್ರಿಜ್ಜಿಲಿಂತ അതിന്ന് ಗಟ್ಟಿ ಹಾಕಿತ್ತು ಅದರ ಮೆಲ್ಟ್ ಹಾಕಿತ್ತು അതിന്ന് തോത്തിട്ട് എടുക്കുമ്പോഴത്തേക്കൊണ്ടല്ലേ ಲೇಟ್ ಅವರು ಹಸ್ಬೆಂಡ್ಗೆ ಡ್ಯೂಟಿಗೂ ಪೋನಲ್ಲೇ ಅದಕ್ಕೆ ಮುಂದೆ ನನಗೆ ಪ್ರಿಪೇರ್ ಹಾಕಿಟ್ಟು എടുಕೊಂಡು ಅಂತ ನಾನು നെയ്യ് എന്തും പോയിട്ടില്ല ಅಂತ ಡೈರೆಕ್ಟ್ ಆയിട്ട് ಬಾಲೆಡೆಲ್ಲಕ್ಕೆ ಬಿಟ್ಟು ತೆಲುವಾയിട്ട് ಪತ್ಪಟ್ರವ ಆ ಎತ್ತರ ತೆಲುವಾയിട്ട് ಪತ್ಪಾಡಿಟ್ಟು ಅಲ್ಲಿ പിന്നെ ഞങ്ങൾ റെഡി ആക്കിയിട്ട് വെച്ച ഫില്ലിങ്സ് ഇല്ലേ ಅದ್ರ ಉಳ್ಗತ್ತಿಗೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕೋರು. ಸೈಡಿಗೆಲ್ಲ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕೊಂಡ ಮಿಡಲ್ಗೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತದ್ದು ನಾನು ಕಾಟಿಯ ಬಲೆ ಫೋಲ್ಡ್ ಹಾಕಿತ್ತು ಎಡ್ತಂಟಾಯಂಗೆ ಐತೆ. പിന്നെ ಒಂದು ಎಂದ್ರಸಿದಂಟಾಯಂಗೆ
ನಾನು പഠിച്ചെന്ന പോലെമേ മാങ്ങയുടെ മാത്ര ക്വാണ്ടിറ്റി നിങ്ങൾ ടേസ്റ്റ് ഇന്നും ಯಾರಾವಟ್ಟು ಮಾಂಗೆದ ಫ್ಲೇವರ್ ಯಾರಕ್ಕಿಟ್ಟು ಚೊಂತು ಮಾಂಗೆ ಮಾತ್ರ ಯಾರು ಇಟ್ಟಂಟ ಆಯ್ಕೊಂಡಲೆ ಬಿಜಿ ಬಿಜಿ ಆಯ್ತು ನಿಂಗೆ ಅಪ್ಪು ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು ಇದು ಬಂಡಿಲ್ಲ ಇದು ನಾರ್ಮಲ್ ಆಯ್ತುಂಡಲೆ ಇಪ್ಪ ಮಳೆಗಾಲದ ಟೈಮಲ್ಲಿ ನಂಗೆ ಸ್ನ್ಯಾಕ್ಸ್ ಐಟಮ್ ತಿನ್ನ ಅಲ್ಲಂಟ ಹೆಂಗೆ ಬ್ರೇಕ್ಫಾಸ್ಟ್ ಐಟಮ್ ತಿನ್ನ നല്ല ടേസ്റ്റി ആവും മാത്രം ഈവനിങ്ങും ഞാനെന്താക്കി വെച്ചെങ്കിൽ സുബൈ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തിന്നേ അതിൽ പിന്നെ ബാക്കി വന്നത് ഈവനിങ് സ്നാക്സും അതിലേ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുത്തರೆ നല്ല ടേസ്റ്റി ആയിട്ട് തിಂತಾವ ಆ ಮ್ಯಾಂಗೋಮ್ ಆ ಬಾಳೆಡೆಲೆಡು ಎಲ್ಲ ഒരു ഫ്ലേവർ മിക്സ് ആയിട്ട് കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റേ ಬೇರೆ അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാട്ടിയല്ലേ അതിൽ പിന്നെ ഇത് എന്തായാലും ಇನ್ನೊಂದು ಹಾಕಿತ್ತು ನಾನು ನಿಂಗೆ ಕಾಟ್ರೆ എത്ര ഈസി എത്ര സിമ്പിൾ മാത്രം ಒಂದು ಸ್ಪೂನ್ വെച്ചിട്ട് ഇങ്ങനെ സ്പൂൻ വെച്ചിട്ട് പറത്തിയിട്ട് എടുക്കൊന്നുണ്ടില്ല ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടും ബാലയുടെ എല്ലാം പത്ത് പാട്ടിയിട്ട് എടുക്കുക ബട്ട് ചുമ ദലാപ്പലാക്കണ്ട തിന്നുമ്പോഴത്തേക്ക് ടേസ്റ്റ് ആവില്ല തെലുവ് ആക്കിയിട്ട് അതിങ്ങനെ പത്ത് പാട്ടിയിട്ട് എത്തണ്ടായും കഴിത്ത് നെക്സ്റ്റ് ഇതുണ്ടല്ലേ ഇഡ്ലി ಬ್ಯಾಪರ್ ಸ್ಟೀಮರ್ಲು വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് എന്തായെങ്കിലും ഇതൊരു കുക്കാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഉണ്ടല്ലേ 15 മിനിറ്റ്സ് ಬಿಟ್ಟಿട്ടായി പിന്നെ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಚಪ್ಪೆ ಆಯ್ತು പിന്നെ ಇದ್ರ ಬಾಲೆಡೆಲೆಡು ഇങ്ങനെ റിമൂവ് ആക്കിയിട്ട് കൊടുത്തിട്ടായും കഴിത്ത് ಮಾತ್ರ ಚಪ್ಪೆ ಬೆಚ್ಚಗೆ എടുക്കണ്ട ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು ಎಲಗಿತ್ತು ಬಂದಿಲ್ಲ ತೆಲ್ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಚಪ್ಪೆ ಇಟ್ಟಾകുമ്പോൾ ಕರೆಕ್ಟ್ ಆಯ್ತು ಬಂದು അപ്പോൾ ഇത് ഞാനുണ്ടല്ലേ ഒരു ബാലെಡೆಲೆಡು ಎಲೆക്ക് ഒരു 3 ഇട്ടിട്ട് കൊടുത്തರೆ കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാട്ടുക എങ്ങനെ ಬಂದಿರച്ചത് ಬಟ್ ಎಂದ್ರಮ್ಮ ಅವರು നോക്കുകൂടല്ലേ ഒരു ക്ഷീരത്തെ ടെക്സ്ചർ പോലെ കണ്ടല്ലേ ബട്ട് നല്ല ടേസ്റ്റി ആവുക എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കൂ അതിൽ പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടല്ലേ മട്ടൻ്റെ കറിയുടെ റെസിപ്പി ഗ്രേവി റെസിപ്പി ഇട്ടರೆ ചുമ സിമ്പിൾ ആയിട്ട് നമുക്ക് ചുമ ഇൻഗ്രീഡിയൻസ് എന്തും ഇടാണ്ട് ക്വിക്ക് ആയിട്ട് മുളവെന്തും അരച്ചിട്ട് പേസ്റ്റ് എന്തും ഇടാണ്ട് ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളി കറി റെസിപ്പി ഓൾറെഡി ഇന്നലെ ഷെയർ ആക്കിയിട്ട് അപ്പോൾ ആരെങ്കിലും അതെല്ലാം നോക്കിയിട്ടില്ലാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരും